ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ പറയുന്നത് നമുക്ക് അഡീനിയം പ്രൂൺ ചെയ്യാതെ എങ്ങനെ അതിൻ്റെ കമ്പുകൾ തൈകളാക്കി മാറ്റാമെന്നാണ്. നമ്മൾ പ്രൂൺ ചെയ്ത് നടുമ്പോൾ 10 എണ്ണം നട്ടാൽ ചിലപ്പോൾ ഒരു 5 എണ്ണം അല്ലെങ്കിൽ 6 എണ്ണം ഒക്കെ വേര് പിടിച്ച് വരികയുള്ളൂ, ബാക്കിയെല്ലാം അഴുകിപ്പോകും. അപ്പോൾ നമ്മൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്രൂൺ ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഈ കമ്പുകൾ നമുക്ക് വേര് പിടിപ്പിച്ചെടുക്കാനും കഴിയും. അപ്പോൾ അതിനായിട്ട് ഇതുപോലെ നീളത്തിൽ കീറിയതിന് ശേഷം അതിൻ്റെ ഇടയിൽ ഒരു കമ്പ് വെച്ച് കൊടുക്കുക. അപ്പോൾ ഈ കമ്പ് വയ്ക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഇത് തമ്മിൽ വീണ്ടും ഒട്ടിച്ചേരാതെ ഇരിക്കുവാൻ വേണ്ടിയാണ്. അതിനുശേഷം നമുക്ക് ഇതുപോലുള്ള കവറുകളിൽ ചകിരിച്ചോറ് നിറച്ചതിന് ശേഷം ആവശ്യത്തിന് ഈർപ്പമുള്ള ചകിരിച്ചോറ് നിറച്ചതിന് ശേഷം ഇതുപോലെ കെട്ടി വെച്ച് കൊടുത്താൽ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും, ഇതുപോലെ നമ്മൾ ലെയർ ചെയ്യുന്നതാണ്. അപ്പോൾ അത് അടീനിയത്തിലും ഇതുപോലെ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു കമ്പ് പോലും വേസ്റ്റ് ആവാതെ എല്ലാത്തിലും വേര് പിടിപ്പിച്ചെടുക്കാൻ കഴിയും. നമ്മൾ വലിയ വലിയ കമ്പുകൾ പ്രൂൺ ചെയ്തിട്ട് അത് കുത്തി വയ്ക്കാറാണ് പതിവ്. പക്ഷേ അതെല്ലാം പിടിച്ച് കിട്ടണമെന്നില്ല. പക്ഷേ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വേര് പിടിച്ച് കിട്ടും. ഒരു 2 ആഴ്ചയ്ക്കുള്ളിൽ തന്നെ നല്ല രീതിയിൽ വേര് പിടിച്ച് കിട്ടുന്ന ഒരു മെത്തേഡാണ് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ ഇനി ഇത് നമ്മൾ മുറിച്ചെടുക്കുമ്പോൾ അത് പ്രൂൺ ചെയ്തതിന് തുല്യമാവും. അത് പ്രൂൺ ചെയ്യുന്ന ആ സമയത്ത് അല്ലെങ്കിൽ അതിന് മുൻപ് ഒരു ആഴ്ചയ്ക്ക് മുമ്പ് നമ്മൾ ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ പ്രൂൺ ചെയ്യുന്ന സമയമാകുമ്പോൾ അതുപോലെ പ്രൂൺ ചെയ്തതിന് തുല്യമായിട്ട് തന്നെ നമുക്കിത് കമ്പുകൾ മുറിച്ചെടുക്കാൻ കഴിയും. അപ്പോൾ അതിന് താഴെ വെച്ച് നമ്മളത് മുറിച്ചെടുത്ത് കഴിഞ്ഞാൽ പ്രൂൺ ചെയ്ത ചെടിയായി മാറി നമുക്ക് ഒരു തൈ പുതിയതായിട്ട് ലഭിക്കുകയും ചെയ്യും. അപ്പോൾ ഞാനിങ്ങനെ ഒത്തിരി കമ്പുകൾ ഇങ്ങനെ പ്രൂൺ ചെയ്ത് നമുക്ക് ഇതിൻ്റെ ഉപയോഗം എന്ന് പറഞ്ഞാൽ നമുക്ക് പിന്നീട് ഗ്രാഫ്റ്റ് ചെയ്യാനൊക്കെ ഇത് ഉപയോഗിക്കാവുന്നതാണ്. ഇതിൻ്റെ കമ്പുകൾ വെട്ടി ഗ്രാഫ്റ്റ് ചെയ്യാൻ ഉപയോഗിക്കാം, അല്ലെങ്കിൽ ചെടികളായിട്ട് വളർത്തുവാനാണെങ്കിൽ അങ്ങനെ തന്നെ വളർത്തുകയും ചെയ്യാം. നല്ല രീതിയിൽ വേര് വന്നിട്ടുണ്ട്. പിന്നെയുള്ള രണ്ടാമത്തെ മെത്തേഡെന്ന് പറയുന്നത് ഇതുപോലെ വട്ടത്തിൽ തൊലി വെട്ടിക്കളഞ്ഞതിന് ശേഷം, അതായത് നമ്മൾ സാധാരണ രീതിയിൽ ലെയർ ചെയ്യുന്നത് പോലെ തന്നെ ഇങ്ങനെ തൊലി മൊത്തത്തിൽ വെട്ടി മാറ്റിയതിന് ശേഷം ഇതുപോലെ ചുരുണ്ടി മാറ്റിയതിന് ശേഷം അവിടെ ലെയർ ചെയ്യുന്ന മെത്തേഡാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരു ദിവസം ഒന്ന് വാടിയതിന് ശേഷം മാത്രം ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിൽ പിടിച്ച് കിട്ടും. ചിലപ്പോൾ അഴുകി പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ തൊലി മാറ്റിയതിന് ശേഷം 2 ദിവസമോ 1 ദിവസം 2 ദിവസമോ വെച്ചതിന് ശേഷം മാത്രം ഇതുപോലെ ചകിരിച്ചോറ് വെച്ച് കെട്ടി കൊടുക്കുകയാണെങ്കിൽ അവിടെ അതൊരു വലിയ കമ്പാക്കി മാറ്റിയെടുക്കാം. ഞാനിപ്പോൾ ഈ വലിയ ചെടി പ്രൂൺ ചെയ്യാൻ നിർത്തിയിരുന്നതാണ്. അപ്പോൾ അതിലെല്ലാം ഇതുപോലെ ചെയ്ത് അതിനെ വേര് പിടിപ്പിച്ച് മാറ്റിയതിന് ശേഷം അത് അങ്ങനെ പ്രൂൺ ചെയ്യുന്നതിന് തുല്യമായിട്ട് അങ്ങനെ ചെയ്തു. അപ്പോൾ അതിലെല്ലാത്തിലും കുറച്ച് 2 ആഴ്ചയ്ക്കുള്ളിൽ തന്നെ വേരുകൾ വന്നു കഴിഞ്ഞു. അപ്പോൾ നമുക്കത് കട്ട് ചെയ്ത് അത് പ്രൂൺ ചെയ്തെടുക്കാം. അപ്പോൾ ചെടി പ്രൂൺ ചെയ്തതുമായി നമുക്ക് തൈകളും കിട്ടി. അപ്പോൾ ഇങ്ങനെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. നല്ല രീതിയിൽ പ്രൂൺ ചെയ്തതുപോലെ ആവുകയും ചെയ്തു. നമുക്ക് അത് 3 തൈകളായി കിട്ടുകയും ചെയ്തു. മറ്റത് നമ്മൾ നടുകയാണെങ്കിൽ ചിലതൊക്കെ അഴുകി പോകാൻ സാധ്യതയുണ്ട്. ചിലത് വേര് പിടിക്കാൻ കുറേ നാളുകൾ എടുത്തെന്നും വരാം. ഇത് പെട്ടെന്ന് തന്നെ വേര് പിടിച്ച് കിട്ടുന്ന ഒരു മെത്തേഡാണ് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ നമ്മുടെ സെയിൽ ഇപ്പോഴും നടക്കുന്നുണ്ട്. ഒരു 3 ദിവസം കൂടി മിക്കവാറും അതിൻ്റെ സെയിൽ കാണും, ഓഫർ സെയിൽ. അപ്പോൾ ആവശ്യമുള്ളവർ ഞാൻ നേരത്തെ നമ്പർ കൊടുത്തിട്ടുണ്ട്, അതിൽ കോൺടാക്റ്റ് ചെയ്യുക. കൊൽക്കട്ടയിൽ നിന്ന് വരുന്ന അഡീനിയമാണ്. ഒരാഴ്ചയ്ക്കുള്ളിലായിരിക്കും ഡിസ്പാച്ച് ചെയ്യുന്നത്. അപ്പോൾ ഇതിന് മുമ്പ് ഒത്തിരി ഓർഡറുകൾ കിട്ടും. അവർക്കെല്ലാം അയച്ചുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ആരും വിഷമിക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഇതുപോലെ നമുക്ക് തൈകളാക്കി എടുക്കാം. നിങ്ങളെല്ലാവരും ഒന്ന് ശ്രമിച്ച് നോക്കുക. കണ്ടോ, ഇപ്പോൾ നല്ല രീതിയിൽ വേരുകളെല്ലാം വന്നു കഴിഞ്ഞു. ഇത്രയും വലിയ ഒരു
പ്ലാന്റ് നമുക്ക് കിട്ടുകയും ചെയ്തു. ഇത് നട്ട് വളർത്തുകയാണെങ്കിൽ നമുക്ക് പിന്നീട് ഗ്രാഫ്റ്റ് ചെയ്യാനൊക്കെ ഉപയോഗിക്കാവുന്ന കമ്പുകൾ ഇതിൽ നിന്ന് തന്നെ കിട്ടും എന്നുള്ളതാണ് ഒരു പ്രത്യേകത. പിന്നെ കൂടാതെ ഇതിൻ്റെ കോഡക്സ് കാലാന്തരത്തിൽ, അതായത് വർഷങ്ങൾ കഴിയുമ്പോൾ നല്ല രീതിയിൽ ഇതിൽ കോഡക്സ് ഉണ്ടാവും. വിത്തിട്ട് മുളപ്പിച്ച അത്രയും ഉണ്ടായില്ലെങ്കിലും ഒരു ഷേപ്പുള്ള ഒരു കോഡക്സ് തന്നെ ഇതിൽ കിട്ടുകയും ചെയ്യും. അപ്പോൾ ആ ചെടികളാണ് ഈ കാണുന്നത്, നട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഒരു വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ അങ്ങനെ ചെയ്ത ഒരു പ്ലാന്റാണ്. നല്ല രീതിയിൽ അതിൻ്റെ കോഡക്സ് തിങ്ങി നിറഞ്ഞിരിക്കുകയാണ്. വളരെ നല്ല വലിപ്പത്തിൽ പോയി. അപ്പോൾ ഞാനത് കയറ് വെച്ച് ചുറ്റി കെട്ടി അതൊരു ഷേപ്പാക്കി ഇങ്ങനെ വെച്ചിരിക്കുന്ന ഒരു ചെടിയാണ്. നല്ലൊരു ഷേപ്പിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. വളരെ വലിപ്പമുള്ള ഒരു ചെടി കൂടിയാണ്. അപ്പോൾ ഇത്രയുള്ള വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പ്ലാന്റ് ആവശ്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. പ്ലാന്റ് കിട്ടാത്തവർ പേടിക്കേണ്ട, എല്ലാവർക്കും പ്ലാന്റുകൾ അയക്കുന്നുണ്ട്. ഒത്തിരി ഓർഡർ ഉള്ളതുകൊണ്ടാണ് താമസിക്കുന്നത്, അല്ലാതെ വേറൊന്നുമല്ല. എല്ലാവരും ദയവ് ചെയ്ത് ക്ഷമിക്കുക.